ലെറ്റ് ദ സ്റ്റാർസ് ടീച്ച് യു ദറ്റ് ഡാർക്ക്നെസ് ഇസ് നീഡഡ് ടു സീ ദ ലൈറ്റ്. ഇന്ന് രാവിലെ വന്ന മോർണിംഗ് മെസ്സേജിലെ ഒരു കോട്ടാണിത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ ദുഃഖം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഡീപ്ലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇരുട്ടിനെ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഇറ്റ്സ് എ നെസസറി പാർട്ട് ഓഫ് പെർസെപ്ഷൻ എന്ന് സ്റ്റാർസ് നമ്മളെ പഠിപ്പിക്കുന്നു. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ലൈഫിലും ഫിയർ, സഫറിങ്, ഡിസ്പെയർ ഉണ്ടായാലും നമ്മൾ ഹോപ്പ്ഫുൾ ആയിരിക്കണം. ഇതാണ് ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഈ കോളിഫ്ലവറിനെ തണുക്കാൻ വെക്കണം. 3 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത കോളിഫ്ലവർ വെള്ളം ഡ്രെയിൻ ചെയ്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞു. ആ കോളിഫ്ലവറാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് മാരിനേഷന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: അജ്വൈൻ, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാൻഡർ പൗഡർ, ജീര പൗഡർ, ക്യുമിൻ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കസ്തൂരി മേത്തി, പെപ്പർ പൗഡർ, ഗ്രാം ഫ്ലവർ, ബേസിൻ പൗഡർ, കായപ്പൊടി, ഇതുകൂടാതെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഈ ബൗളിലിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ മാരിനേഷനുള്ള പേസ്റ്റ് ഉണ്ടാക്കണം. ആ മിക്സ്ചറിലേക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ടേസ്റ്റി കോളിഫ്ലവർ ഫ്രൈ റെഡിയായി. ഈ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ലേറ്റർ. ബൈ ബൈ.